2024 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, വിശ്വത്തിൻ്റെ രാജ്യം ബാഹുബലത്തിലൂടെ നേടിയെടുക്കുവാൻ സാധിക്കില്ല. അതിന് യോഗബലം ആവശ്യമാണ്. ഇതും ഒരു ലോയാണ്. ചോദ്യം: ശിവബാബ സ്വയം തൻ്റെ ഏതൊരു കാര്യത്തിലാണ് അതിശയിക്കുന്നത്? ഉത്തരം: ബാബു പറയുന്നു, നോക്കൂ, എത്ര അതിശയമാണ്. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു. ഇത് ഞാൻ ആരിൽ നിന്നും പഠിച്ചിട്ടില്ല. എനിക്ക് ഒരു പിതാവില്ല. എനിക്ക് ഏതെങ്കിലും ടീച്ചർ ഇല്ല, ഗുരു ഇല്ല. ഞാൻ സൃഷ്ടിചക്രത്തിൽ പുനർജന്മം എടുക്കുന്നില്ല. എന്നിട്ടും നിങ്ങളെ എല്ലാ ജന്മങ്ങളുടെയും കഥ കേൾപ്പിക്കുന്നു. സ്വയം 84ൻ്റെ ചക്രത്തിൽ വരുന്നില്ല. എന്നാൽ ചക്രത്തിൻ്റെ ജ്ഞാനം തീർത്തും ആക്യുറേറ്റായി നൽകുന്നു. ഓം ശാന്തി. ആത്മീയ പിതാവ് കുട്ടികളായ നിങ്ങളെ സ്വദർശന ചക്രധാരി ആക്കുന്നു. അതായത് നിങ്ങൾ ഈ 84ൻ്റെ ചക്രത്തെ അറിയുന്നു. മുൻപ് അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ബാബയിലൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നു. 84 ജന്മങ്ങളുടെ ചക്രത്തിൽ നിങ്ങൾ തീർച്ചയായും വരുന്നു. കുട്ടികളായ നിങ്ങൾക്ക് 84ൻ്റെ ചക്രത്തിൻ്റെ നോളജ് നൽകുന്നു. ഞാൻ സ്വദർശന ചക്രധാരിയാണ്. പക്ഷേ പ്രാക്ടിക്കലിൽ 84 ജന്മങ്ങളുടെ ചക്രത്തിൽ വരുന്നില്ല. അപ്പോൾ ഇതിലൂടെ മനസ്സിലാക്കണം, ശിവ് ബാബയിൽ മുഴുവൻ ജ്ഞാനവുമുണ്ട്. നിങ്ങൾ അറിയുന്നുണ്ട്, നമ്മൾ ബ്രാഹ്മണർ ഇപ്പോൾ സ്വദർശന ചക്രധാരിയാകുന്നു, ബാബ ആകുന്നില്ല. പിന്നെ ആ ഒന്നിൽ അനുഭവം എവിടെ നിന്നും വന്നു? നമുക്കാണെങ്കിൽ അനുഭവം പ്രാപ്തമാകുന്നു. ബാബ നിങ്ങളെ കേൾപ്പിക്കുവാൻ തക്കവണ്ണം എവിടെ നിന്നാണ് അനുഭവം കൊണ്ടുവരുന്നത്? പ്രാക്ടിക്കൽ അനുഭവം ഉണ്ടായിരിക്കണമല്ലോ. ബാബ പറയുന്നു, എന്നെ ജ്ഞാനത്തിൻ്റെ സാഗരം എന്ന് പറയുന്നു. പക്ഷേ ഞാനാണെങ്കിൽ 84 ജന്മങ്ങളുടെ ചക്രത്തിൽ വരുന്നില്ല. പിന്നെ എന്നിൽ ഈ ജ്ഞാനം എവിടെ നിന്നും വന്നു? ടീച്ചർ പഠിപ്പിക്കുന്നുവെങ്കിൽ തീർച്ചയായും സ്വയം പഠിച്ചിട്ടുണ്ടാകുമല്ലോ. ഈ ശിവബാബ എങ്ങനെ പഠിച്ചു? സ്വയം 84 ജന്മങ്ങളുടെ ചക്രത്തിൽ വരുന്നില്ല എന്നിരിക്കെ ഈ ഒന്നിന് എങ്ങനെയാണ് 84ൻ്റെ ചക്രത്തെക്കുറിച്ച് അറിയാവുന്നത്? ബാബ ബീജരൂപമായത് കാരണം അറിയുന്നു. സ്വയം 84ൻ്റെ ചക്രത്തിൽ വരുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാക്കിച്ചു തരുന്നു. ഇതും എത്ര വണ്ടറാണ്. ബാബ ഏതെങ്കിലും ശാസ്ത്രങ്ങളും മറ്റും പഠിച്ചിട്ടുണ്ട് എന്നൊന്നുമല്ല. ഡ്രാമയനുസരിച്ച് ആ ഒന്നിൽ ഈ നോളജ് അടങ്ങിയിട്ടുണ്ട്, അത് നിങ്ങളെ കേൾപ്പിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ വണ്ടർഫുൾ ടീച്ചർ ആയല്ലോ, അത്ഭുതപ്പെടേണ്ടതാണല്ലോ. അതിനാൽ ഈ ഒന്നിന് വലിയ വലിയ നാമങ്ങൾ നൽകിയിരിക്കുകയാണ്: ഈശ്വരൻ, പ്രഭു, അന്തർയാമി തുടങ്ങിയവ. നിങ്ങൾ അതിശയിക്കുന്നു, ഈശ്വരനിൽ എങ്ങനെയാണ് മുഴുവൻ നോളജും നിറഞ്ഞിരിക്കുന്നത്? നിങ്ങളെ മനസ്സിലാക്കിക്കാൻ തക്കവണ്ണം ആ ഒന്നിൽ എവിടെ നിന്നും വന്നു? ആ ഒന്നിന് ജന്മമെടുക്കുവാനോ മനസ്സിലാക്കുവാനോ തക്കവണ്ണം ഒരു പിതാവുമില്ല. നിങ്ങൾ ഏവരും സഹോദരന്മാരാണ്. ആ ഒന്ന് എങ്ങനെയുള്ള നിങ്ങളുടെ പിതാവാണ്? ബീജരൂപമാണ്. എത്ര നോളജ് ഇരുന്ന് കുട്ടികളെ കേൾപ്പിക്കുന്നു. 84 ജന്മങ്ങൾ ഞാൻ എടുക്കുന്നില്ല, നിങ്ങൾ എടുക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ തീർച്ചയായും ചോദ്യം ഉയരുമല്ലോ, ബാബ അങ്ങേക്ക് എങ്ങനെ അറിയാം? ബാബ പറയുന്നു, കുട്ടികളെ, അനാദി ഡ്രാമയനുസരിച്ച് എന്നിൽ മുൻകൂട്ടി തന്നെ ഈ നോളജ് ഉണ്ട്. അത് നിങ്ങളെ പഠിപ്പിക്കുന്നു. അതിനാൽ തന്നെയാണ് എന്നെ ഉയർന്നതിലും ഉയർന്ന ഭഗവാൻ എന്ന് പറയുന്നത്. സ്വയം ചക്രത്തിൽ വരുന്നില്ല. എന്നാൽ ആ ഒന്നിൽ മുഴുവൻ സൃഷ്ടിയുടെയും ആദി മധ്യ അന്ത്യത്തിൻ്റെ നോളജുണ്ട്. അപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് എത്ര സന്തോഷമുണ്ടായിരിക്കേണ്ടതാണ്.
ആ ഒന്നിന് 84-ന്റെ ചക്രത്തിൻ്റെ നോളജ് എവിടെ നിന്നും ലഭിച്ചു? നിങ്ങൾക്ക് ലഭിച്ചത് ബാബയിൽ നിന്നാണ്. ബാബയിൽ ഒറിജിനലി നോളജ് ഉണ്ട്. ആ ഒന്നിനെ പറയുന്നത് തന്നെ നോളജ്ഫുൾ എന്നാണ്. ആരിൽ നിന്നും പഠിച്ചിട്ടുമില്ല. എന്നിട്ടും ആ ഒന്നിന് ഒറിജിനലി അറിയാം. അതിനാൽ നോളജ്ഫുൾ എന്ന് പറയുന്നു. ഇത് വണ്ടറാണല്ലോ. അതിനാൽ ഇത് ഉയർന്നതിലും ഉയർന്ന പഠനമായി പാടപ്പെടുന്നു. കുട്ടികൾക്ക് ബാബയുടെ മേൽ വണ്ടർ തോന്നുന്നു. ആ ഒന്നിനെ എന്തുകൊണ്ട് നോളജ്ഫുൾ എന്ന് പറയുന്നു? ഒന്നാമതായി ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം ഏതാണ്? ഈ ചിത്രം നിങ്ങൾ കാണിക്കുമ്പോൾ ചിലർ ചോദിക്കും, ബ്രഹ്മാവിലും സ്വന്തം ആത്മാവുണ്ടായിരിക്കും. ആരാണോ നാരായണനാകുന്നത് അദ്ദേഹത്തിലും സ്വന്തം ആത്മാവുണ്ടായിരിക്കും. 2 ആത്മാക്കൾ ഉണ്ടല്ലോ എന്ന് ചോദിക്കും. ഒന്ന് ബ്രഹ്മാവിൻ്റേത്, ഒന്ന് നാരായണൻ്റേത്. പക്ഷേ ചിന്തിക്കുകയാണെങ്കിൽ ഇത് 2 ആത്മാക്കളല്ല, ആത്മാവ് ഒന്ന് തന്നെയാണ്. ഈ ചിത്രം ദേവതയുടെ ഒരു സാമ്പിൾ കാണിച്ചിരിക്കുന്നതാണ്. ഈ ബ്രഹ്മാവ് തന്നെയാണ് വിഷ്ണു, അതായത് നാരായണൻ ആകുന്നത്. ഇതിനെ ഗുഹ്യമായ കാര്യങ്ങൾ എന്ന് പറയുന്നു. ബാബ വളരെ ഗുഹ്യമായ നോളജ് കേൾപ്പിക്കുന്നു. അത് ബാബയ്ക്കല്ലാതെ മറ്റാർക്കും പഠിപ്പിക്കുവാൻ സാധിക്കില്ല. അപ്പോൾ ബ്രഹ്മാവിനും വിഷ്ണുവിനും 2 ആത്മാക്കളില്ല. അതേപോലെ തന്നെ സരസ്വതിയും ലക്ഷ്മിയും, ഈ 2 പേർക്കും 2 ആത്മാക്കളുണ്ടോ അതോ ഒന്നാണോ? ആത്മാവ് ഒന്നാണ്, ശരീരം 2ആണ്. ഈ സരസ്വതി തന്നെയാണ് പിന്നെ ലക്ഷ്മിയാകുന്നത്. അതിനാൽ ഒരു ആത്മാവായി കണക്കാക്കപ്പെടും. 84 ജന്മം ഒരേ ആത്മാവാണ് എടുക്കുന്നത്. ഇത് വളരെയധികം വിവേകത്തിൻ്റെ കാര്യമാണ്. ബ്രാഹ്മണൻ തന്നെ ദേവതയും ദേവത തന്നെ ക്ഷത്രിയനുമാകുന്നു. ആത്മാവ് ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്ന് സ്വീകരിക്കുന്നു. ആത്മാവ് ഒന്ന് തന്നെയാണ്. ഇതൊരു സാമ്പിൾ കാണിച്ചിരിക്കുന്നതാണ്. എങ്ങനെയാണ് ബ്രാഹ്മൺ സോ ദേവത ആകുന്നത്? ഹം സോ എന്നതിൻ്റെ അർത്ഥം എത്ര നല്ലതാണ്. ഇതിനെ ഗുഹ്യമായ കാര്യങ്ങൾ എന്ന് പറയുന്നു. ഇതിൽ ആദ്യം ഈ ഒരു അറിവ് വേണം. നമ്മൾ ഒരു ബാബയുടെ കുട്ടികളാണ്. എല്ലാ ആത്മാക്കളും യഥാർത്ഥത്തിൽ പരംധാമത്തിൽ വസിക്കുന്നവരാണ്. ഇവിടെ പാർട്ട് അഭിനയിക്കുവാൻ വന്നിരിക്കുന്നു. ഇത് കളിയാണ്. ബാബ നിങ്ങളെ ഈ കളിയുടെ സമാചാരം ഇരുന്ന് കേൾപ്പിക്കുന്നു. ബാബ ഒറിജിനലി അറിയുന്നുണ്ട്. ആ ഒന്നിനെ ആരും പഠിപ്പിച്ചിട്ടേയില്ല. ഈ 84-ന്റെ ചക്രത്തെ ആ ഒന്ന് അറിയുന്നു. അത് ഈ സമയത്ത് നിങ്ങളെ കേൾപ്പിക്കുന്നു. പിന്നെ നിങ്ങൾ മറന്നു പോകുന്നു. പിന്നെ അതിൻ്റെ ശാസ്ത്രം എങ്ങനെ ഉണ്ടാക്കപ്പെടും? ബാബ ഏതെങ്കിലും ശാസ്ത്രം പഠിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് വന്ന് പുതിയ കാര്യങ്ങൾ കേൾപ്പിക്കുന്നത്? പകുതി കൽപ്പം ഭക്തിമാർഗമാണ്. ഈ കാര്യവും ശാസ്ത്രങ്ങളിലില്ല. ഈ ശാസ്ത്രവും ഡ്രാമയനുസരിച്ച് ഭക്തിമാർഗത്തിൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ബുദ്ധിയിൽ തുടക്കം മുതൽ അവസാനം വരെയുമുള്ള ഈ ഡ്രാമയുടെ എത്ര വലിയ നോളജ് ഉണ്ട്. ആ ഒന്നിന് തീർച്ചയായും മനുഷ്യ ശരീരത്തിൻ്റെ ആധാരം എടുക്കേണ്ടി വരും. ശിവബാബ ഈ ബ്രഹ്മാവിൻ്റെ ശരീരത്തിലിരുന്ന് ഈ സൃഷ്ടിചക്രത്തിൻ്റെ നോളജ് കേൾപ്പിക്കുന്നു. മനുഷ്യരാണെങ്കിൽ കെട്ടുകഥകൾ ഉണ്ടാക്കി സൃഷ്ടിയുടെ ആയുസ് തന്നെ എത്ര നീണ്ടതാക്കിയിരിക്കുന്നു. പുതിയ ലോകം തന്നെ പിന്നെ പഴയ ലോകമാകുന്നു. പുതിയ ലോകത്തെ സ്വർഗം എന്ന് പറയുന്നു, പഴയതിനെ നരകം എന്ന് പറയുന്നു. ലോകം ഒന്ന് തന്നെയാണ്. പുതിയ ലോകത്തിൽ ദേവീ ദേവന്മാർ വസിക്കുന്നു. അവിടെ അപാര സുഖമുണ്ട്. മുഴുവൻ സൃഷ്ടിയും പുതിയതാകുന്നു. ഇപ്പോൾ ഇതിനെ പഴയത് എന്ന് പറയുന്നു. പേര് തന്നെ അയണേജ്ഡ് വേൾഡ് എന്നാണ്. ഓൾഡ് ഡൽഹിയും ന്യൂ ഡൽഹിയും എന്ന് പറയാറുള്ളത് പോലെ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. മധുരമായ കുട്ടികളെ, ന്യൂ വേൾഡിൽ ന്യൂ ഡൽഹി ആയിരിക്കും. ഇവരാണെങ്കിൽ ഓൾഡ് വേൾഡിൽ തന്നെ ന്യൂ ഡൽഹി എന്ന് പറയുന്നു. ഇതിനെ ന്യൂ എന്ന് എങ്ങനെ പറയും? ബാബ മനസ്സിലാക്കിച്ചു തരുന്നു.
പുതിയ ലോകത്തിലാണ് ന്യൂ ഡൽഹി ഉണ്ടായിരിക്കുക. അതിൽ ഈ ലക്ഷ്മി നാരായണൻ രാജ്യം ഭരിക്കും. അതിനെ സത്യയുഗം എന്ന് പറയും. നിങ്ങൾ ഈ മുഴുവൻ ഭാരതത്തിലും രാജ്യം ഭരിക്കും. നിങ്ങളുടെ സിംഹാസനം യമുനയുടെ തീരത്തായിരിക്കും. അവസാനം രാവണ രാജ്യത്തിൻ്റെ സിംഹാസനവും ഇവിടെ തന്നെയാണ്. രാമരാജ്യത്തിൻ്റെ സിംഹാസനവും ഇവിടെയായിരിക്കും. പേര് ഡൽഹി എന്നായിരിക്കുകയില്ല, അതിനെ പരിസ്ഥാൻ എന്ന് പറയും. പിന്നെ എങ്ങനെയുള്ള രാജാവായിരിക്കുമോ അവർ തൻ്റെ സിംഹാസനത്തിന് അങ്ങനെയുള്ള നാമം വയ്ക്കുന്നു. ഈ സമയത്ത് നിങ്ങളേവരും പഴയ ലോകത്തിലാണ്. പുതിയ ലോകത്തിലേക്ക് പോകുന്നതിന് വേണ്ടി നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. വീണ്ടും മനുഷ്യനിൽ നിന്നും ദേവതയായിക്കൊണ്ടിരിക്കുന്നു. പഠിപ്പിക്കുന്നവൻ ബാബയാണ്. നിങ്ങൾ അറിയുന്നുണ്ട്, ഉയർന്നതിലും ഉയർന്ന ബാബ താഴെ വന്ന് രാജയോഗം പഠിപ്പിച്ചു. കലിയുഗമാകുന്ന പഴയ ലോകം ഇല്ലാതാകേണ്ട ഇപ്പോൾ നിങ്ങൾ സംഗമത്തിലാണ്. ബാബ ഇതിൻ്റെ കണക്കും പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ വരുന്നത് ബ്രഹ്മാവിൻ്റെ ശരീരത്തിലാണ്. ബ്രഹ്മാവ് ആരാണ് എന്നത് മനുഷ്യർക്ക് അറിയുകയില്ല. പ്രജാപിത ബ്രഹ്മ എന്ന് കേട്ടിട്ടുണ്ട്. നിങ്ങൾ ബ്രഹ്മാവിൻ്റെ പ്രജയാണല്ലോ. അതിനാൽ സ്വയം BK എന്ന് പറയുന്നു. വാസ്തവത്തിൽ നിരാകാര ആത്മാക്കളായിരിക്കെ ശിവ് ബാബയുടെ കുട്ടികൾ ശിവവംശിയാണ്. പിന്നെ സാകാരത്തിൽ പ്രജാപിത ബ്രഹ്മാവിൻ്റെ കുട്ടികൾ സഹോദരി സഹോദരനാണ്. മറ്റൊരു സംബന്ധവും ഇല്ല. ഈ സമയത്ത് നിങ്ങൾ ആ കലിയുഗീ സംബന്ധത്തെ മറക്കുന്നു. കാരണം അതിൽ ബന്ധനമുണ്ട്. നിങ്ങൾ പുതിയ ലോകത്തിലേക്ക് പോകുന്നു. ബ്രാഹ്മണർക്ക് കുടുമയുണ്ട്. കുടുമി ബ്രാഹ്മണരുടെ അടയാളമാണ്. ഇത് നിങ്ങൾ ബ്രാഹ്മണരുടെ കുലമാണ്. മറ്റത് കലിയുഗി ബ്രാഹ്മണരാണ്. ബ്രാഹ്മണർ പൊതുവെ വഴികാട്ടികളായിരിക്കും. ഒരു കൂട്ടർ ശ്രാദ്ധം ഭക്ഷിക്കുന്നു, മറ്റു ബ്രാഹ്മണർ ഗീത കേൾപ്പിക്കുന്നു. ഇപ്പോൾ ബ്രാഹ്മണരായ നിങ്ങൾ ഈ ഗീത കേൾപ്പിക്കുന്നു. അവരും ഗീത കേൾപ്പിക്കുന്നു, നിങ്ങളും ഗീത കേൾപ്പിക്കുന്നു. എത്ര വ്യത്യാസമുണ്ടെന്ന് നോക്കൂ. നിങ്ങൾ പറയുന്നു കൃഷ്ണനെ ഭഗവാൻ എന്ന് പറയാൻ സാധിക്കില്ല. കൃഷ്ണനെ ദേവത എന്നാണ് പറയുന്നത്. കൃഷ്ണനിൽ ദൈവിക ഗുണങ്ങളുണ്ട്. ആ ഒന്നിനെയാണെങ്കിൽ ഈ കണ്ണുകൾ കൊണ്ട് കാണുവാൻ സാധിക്കില്ല. ശിവന്റെ ക്ഷേത്രത്തിൽ നോക്കുകയാണെങ്കിൽ ശിവന് സ്വന്തം ശരീരമില്ല. ആ ഒന്ന് പരമ ആത്മാവ്, അതായത് പരമാത്മാവാണ്. ഈശ്വരൻ, പ്രഭു, ഭഗവാൻ തുടങ്ങിയ വാക്കുകൾക്ക് അർത്ഥമൊന്നും വരുന്നില്ല. പരമാത്മാവ് എന്നാൽ സുപ്രീം ആത്മാവ് എന്നാണ്. നിങ്ങൾ നോൺ സുപ്രീം ആണ്. നോക്കൂ, നിങ്ങളുടെ ആത്മാവും ആ ആത്മാവും തമ്മിൽ എത്ര വ്യത്യാസമാണുള്ളത്. നിങ്ങൾ ആത്മാക്കൾ ഇപ്പോൾ പരമാത്മാവിൽ നിന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒന്ന് ആരിൽ നിന്നും പഠിച്ചിട്ടില്ല. ഇത് ഫാദർ ആണല്ലോ. ആ പരംപിത പരമാത്മാവിനെ നിങ്ങൾ ഫാദർ എന്നും പറയുന്നു, ടീച്ചർ എന്നും പറയുന്നു, ഗുരു എന്നും പറയുന്നു. ഒന്ന് തന്നെയാണ്. മറ്റൊരു ആത്മാവിനും പിതാവും ടീച്ചറും ഗുരുവും ആകുവാൻ സാധിക്കില്ല. ഒരേ ഒരു പരമാത്മാവിനെയാണ് സുപ്രീം എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും ആദ്യം ഫാദർ വേണം, പിന്നെ ടീച്ചർ വേണം, പിന്നെ അവസാനം ഗുരുവിന് വേണം. ബാബയും പറയുന്നു, ഞാൻ നിങ്ങളുടെ പിതാവുമാകുന്നു, പിന്നെ ടീച്ചറാകുന്നു, പിന്നെ ഞാൻ തന്നെ നിങ്ങളുടെ സദ്ഗതി ദാതാവായ സദ്ഗുരുവും ആകുന്നു. സദ്ഗതി നൽകുന്ന ഗുരു ഒന്നു തന്നെയാണ്. ബാക്കി ഗുരുക്കന്മാർ അനേകമുണ്ട്. ബാബ പറയുന്നു, ഞാൻ നിങ്ങൾക്കേവർക്കും സദ്ഗതി നൽകുന്നു. നിങ്ങൾ എല്ലാവരും സത്യയുഗത്തിൽ പോകും. ബാക്കി എല്ലാവരും ശാന്തിധാമത്തിലേക്ക് പോകും. അതിനെ പരംധാമം എന്ന് പറയുന്നു. സത്യയുഗത്തിൽ ആദി സനാതന ദേവീ ദേവതാ ധർമ്മമുണ്ടായിരുന്നു. മറ്റൊരു ധർമ്മവും ഉണ്ടായിരുന്നില്ല. മറ്റെല്ലാ ആത്മാക്കളും മുക്തിധാമത്തിലേക്ക് പോകുന്നു. സദ്ഗതി എന്ന് പറയുന്നത് സത്യയുഗത്തെയാണ്. പാർട്ട് അഭിനയിച്ച് പിന്നെ ദുർഗതിയിൽ വരുന്നു. നിങ്ങൾ തന്നെയാണ് സദ്ഗതിയിൽ നിന്നും പിന്നെ ദുർഗതിയിലേക്ക് വരുന്നത്. നിങ്ങൾ തന്നെയാണ് മുഴുവൻ 84 ജന്മവും എടുക്കുന്നത്.
ആ സമയത്ത് ഉണ്ടായിരിക്കുന്ന രാജാവിനെയും റാണിയെയും പോലെ തന്നെയാണ് പ്രജകളും. 9 ലക്ഷം ആദ്യം വരും. 84 ജന്മങ്ങൾ 9 ലക്ഷം പേരും എടുക്കുമല്ലോ. പിന്നെ മറ്റുള്ളവർ വന്നുകൊണ്ടിരിക്കും. ഈ കണക്ക് എടുക്കുന്നു. അത് ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. എല്ലാവരും 84 ജന്മങ്ങൾ എടുക്കുന്നില്ല. ആദ്യം വരുന്നവർ തന്നെയാണ് 84 ജന്മം എടുക്കുന്നത്. പിന്നെ കുറവായി എടുത്തുകൊണ്ടിരിക്കുന്നു. മാക്സിമമാണ് 84. ഈ കാര്യങ്ങൾ മറ്റൊരു മനുഷ്യനും അറിയില്ല. ബാബ തന്നെയാണ് ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നത്. ഗീതയിൽ ഭഗവാനുവാച എന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി, ആദി സനാതന ദേവീദേവതാ ധർമ്മം കൃഷ്ണനല്ല രചിച്ചത്. ഇത് ബാബ തന്നെയാണ് സ്ഥാപിക്കുന്നത്. കൃഷ്ണന്റെ ആത്മാവ് 84 ജന്മങ്ങളുടെ അന്തിമത്തിൽ ഈ ജ്ഞാനം കേട്ടു. കൃഷ്ണൻ ആദ്യ നമ്പറിൽ വന്നു. ഈ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടവയാണ്. ദിവസവും പഠിക്കണം. നിങ്ങൾ ഭഗവാന്റെ സ്റ്റുഡൻ്റാണ്. ഭഗവാനുവാചയാണല്ലോ. ഞാൻ നിങ്ങളെ രാജാക്കന്മാരുടെയും രാജാവാക്കുന്നു. ഇത് പഴയ ലോകമാണ്. പുതിയ ലോകം എന്നാൽ സത്യയുഗം. ഇപ്പോൾ കലിയുഗമാണ്. ബാബ വന്ന് കലിയുഗി പതീതത്തിൽ നിന്നും സത്യയുഗി പാവന ദേവതയാക്കുന്നു. അതിനാൽ കലിയുഗി മനുഷ്യർ വിളിക്കുന്നു, ബാബ വന്ന് നമ്മളെ പാവനമാക്കൂ. കലിയുഗി പതീതത്തിൽ നിന്നും സത്യയുഗി പാവനമാക്കൂ. നോക്കൂ എത്ര വ്യത്യാസമാണെന്ന്. കലിയുഗത്തിൽ അപാര ദുഃഖമാണ്. കുട്ടി ജനിച്ചു, സുഖമുണ്ടായി. നാളെ മരിച്ചു പോയെങ്കിൽ ദുഃഖിതരാകും. ആയുസ് മുഴുവനും എത്ര ദുഃഖമാണുള്ളത്. ഇതേ ദുഃഖത്തിൻ്റെ ലോകമാണ്. ഇപ്പോൾ ബാബ സുഖത്തിൻ്റെ ലോകം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളെ സ്വർഗവാസിയായ ദേവതയാക്കുന്നു. ഇപ്പോൾ നിങ്ങൾ പുരുഷോത്തമ സംഗമയുഗത്തിലാണ്. ഉത്തമത്തിലും ഉത്തമ പുരുഷനും നാരിയും ആകുന്നു. നിങ്ങൾ വരുന്നത് തന്നെ ഈ ലക്ഷ്മി നാരായണൻ ആകുന്നതിന് വേണ്ടിയാണ്. സ്റ്റുഡൻറ് ടീച്ചറുമായി യോഗം വയ്ക്കുന്നു. കാരണം ഇദ്ദേഹത്തിലൂടെ നമ്മൾ പഠിച്ച് ഇന്നയാളാകും എന്ന് മനസ്സിലാക്കുന്നു. ഇവിടെ നിങ്ങൾ പരംപിത പരമാത്മാ ശിവനുമായി യോഗം യോജിപ്പിക്കുന്നു. ആ ഒന്ന് നിങ്ങളെ ദേവതയാക്കുന്നു. തൻ്റെ പിതാവായ എന്നെ ഓർമ്മിക്കൂ എന്ന് പറയുന്നു. ആ ഒന്നിൻ്റെ കുട്ടികളായ നിങ്ങൾ സാലിഗ്രാമാണ്. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. ആ ഒന്ന് തന്നെയാണ് നോളജ്ഫുൾ. ബാബ നിങ്ങളെ സത്യമായ ഗീത കേൾപ്പിക്കുന്നു. എന്നാൽ സ്വയം പഠിച്ചിട്ടേയില്ല. പറയുന്നു, ഞാൻ ആരുടെയെങ്കിലും കുട്ടിയല്ല, ആരിൽ നിന്നും പഠിച്ചിട്ടുമില്ല, എനിക്ക് ഒരു ഗുരുവില്ല. ഞാൻ പിന്നെ കുട്ടികളായ നിങ്ങളുടെ പിതാവും ടീച്ചറും ഗുരുവുമാണ്. ആ ഒന്നിനെ പറയുന്നത് പരം ആത്മാ എന്നാണ്. ഈ മുഴുവൻ സൃഷ്ടിയുടെയും ആദി മധ്യ അന്ത്യത്തെ അറിയുന്നു. ആ ഒന്ന് കേൾപ്പിക്കാത്തത് വരെയും നിങ്ങൾക്ക് ആദി മധ്യ അന്ത്യത്തെ മനസ്സിലാക്കാൻ സാധിക്കില്ല. ഈ ചക്രത്തെ അറിയുന്നതിലൂടെ നിങ്ങൾ ചക്രവർത്തി രാജാവാകുന്നു. നിങ്ങളെ ഈ ബാബയല്ല പഠിപ്പിക്കുന്നത്. ഇദ്ദേഹത്തിൽ ശിവ് ബാബ പ്രവേശിച്ച് ആത്മാക്കളെ പഠിപ്പിക്കുന്നു. ഇത് പുതിയ കാര്യമാണല്ലോ. ഇത് നടക്കുന്നത് തന്നെ സംഗമത്തിലാണ്. പഴയ ലോകം ഇല്ലാതായി പോകും. ചിലരുടേത് പൊടിയിൽ അമർന്നിരുന്നു, ചിലരുടേത് രാജാവ് കൈക്കലാക്കി. കുട്ടികളോട് പറയുന്നു, വളരെ പേരുടെ മംഗളം ചെയ്യുന്നതിനായി വീണ്ടും ദേവത ആക്കുന്നതിനു വേണ്ടി ഈ പാഠശാലയും മ്യൂസിയവും തുറക്കൂ. അവിടെ ധാരാളം പേർ വന്ന് സുഖത്തിൻ്റെ സമ്പത്ത് നേടും. ഇപ്പോൾ രാവണ രാജ്യമാണല്ലോ. രാമരാജ്യത്തിൽ സുഖമുണ്ടായിരുന്നു, രാവണ രാജ്യത്തിൽ ദുഃഖമാണ്. കാരണം എല്ലാവരും വികാരിയായിരിക്കുകയാണ്. അത് നിർവികാരി ലോകം തന്നെയാണ്. ഈ ലക്ഷ്മി നാരായണൻ തുടങ്ങിയവർക്കും കുട്ടികളുണ്ടല്ലോ. എന്നാൽ അവിടെ ഉള്ളത് യോഗബലമാണ്. ബാബ നിങ്ങളെ യോഗബലം പഠിപ്പിക്കുന്നു. യോഗബലത്തിലൂടെ നിങ്ങൾ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നു. ബാഹുബലത്തിലൂടെ ആർക്കും വിശ്വത്തിൻ്റെ അധികാരിയാകുവാൻ സാധിക്കില്ല. ലോ പറയുന്നില്ല.
കുട്ടികളായ നിങ്ങൾ ഓർമ്മയുടെ ബലത്തിലൂടെ മുഴുവൻ വിശ്വത്തിൻ്റെയും ചക്രവർത്തി പദം നേടിക്കൊണ്ടിരിക്കുന്നു. എത്ര ഉയർന്ന പഠനമാണ്! ബാബ പറയുന്നു, ആദ്യം പവിത്രതയുടെ പ്രതിജ്ഞ ചെയ്യൂ. പവിത്രമാകുന്നതിലൂടെ തന്നെയാണ് വീണ്ടും നിങ്ങൾ പവിത്ര ലോകത്തിൻ്റെ അധികാരിയാകുന്നത്. ശരി, മധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. ഈ സമയത്ത് ബന്ധനമായിരിക്കുന്ന കലിയുഗി സംബന്ധത്തെ മറന്ന് സ്വയം സംഗമയുഗി ബ്രാഹ്മണനായി മനസ്സിലാക്കണം. സത്യമായ ഗീത കേൾക്കുകയും കേൾപ്പിക്കുകയും വേണം. പഴയ ലോകം ഇല്ലാതാകേണ്ടതുണ്ട്. അതിനാൽ തൻ്റെ സർവ്വതും സഫലമാക്കണം. വളരെ പേരുടെ മംഗളത്തിനു വേണ്ടി, മനുഷ്യരെ ദേവതയാക്കുന്നതിന് വേണ്ടി ഈ പാഠശാലയും മ്യൂസിയവും തുറക്കണം. വരദാനം. ബാബയുടെ ആജ്ഞയായി മനസ്സിലാക്കി സ്നേഹത്തോടെ ഓരോ കാര്യത്തെയും സഹിക്കുന്ന സഹനശീലരായി ഭവിക്കട്ടെ. ചില കുട്ടികൾ പറയുന്നു, നമ്മൾ റൈറ്റാണ്, എന്നിട്ടും നമുക്ക് തന്നെ സഹിക്കേണ്ടി വരുന്നു, മരിക്കേണ്ടി വരുന്നു. എന്നാൽ ഈ സഹിക്കുന്നതും മരിക്കുന്നതും തന്നെയാണ് ധാരണയുടെ സബ്ജക്റ്റിൽ നമ്പർ നേടുക എന്നത്. അതിനാൽ സഹിക്കുന്നതിൽ ഭയപ്പെടാതിരിക്കൂ. ചില കുട്ടികൾ സഹിക്കുന്നുണ്ട്, എന്നാൽ നിർബന്ധിതമായി സഹിക്കുന്നതും സ്നേഹത്തോടെ സഹിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. കാര്യങ്ങൾ നിമിത്തം സഹിക്കുകയല്ല, എന്നാൽ ബാബയുടെ ആജ്ഞയാണ് സഹനശീലരാകൂ. അപ്പോൾ ആജ്ഞയായി മനസ്സിലാക്കി സ്നേഹത്തിൽ സഹിക്കുക. അതിനർത്ഥം സ്വയം തന്നെ പരിവർത്തനപ്പെടുത്തുക. ഇതിന് തന്നെയാണ് മാർക്സ് ഉള്ളത്. സ്ലോഗൻ. ആരാണോ സദാ സന്തോഷത്തിൻ്റെ പോഷണം കഴിക്കുന്നത് അവർ ആരോഗ്യവാന്മാരായി ഇരിക്കുന്നു. ഓം ശാന്തി. ഹൃദയേശ്വരനായ ബാബയുടെ ഓർമ്മയിൽ മഗ്നമാകുമ്പോൾ പവിത്രമായ പരമാത്മാ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലെത്തിച്ചേർന്ന് അനുഭവമായ സുഖശാന്തിയുടെ ദിവ്യ അനുഭൂതിയിൽ ഞാൻ ആത്മാവ് ലയിച്ചിരിക്കുകയാണ്. ഈ സർവശ്രേഷ്ഠ സംഗമയുഗത്തിൽ ഈ ദിവ്യമായ അനുഭൂതികൾ നുകരുന്നതിനോടൊപ്പം വിശ്വമംഗളത്തിൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ കിരീടവും എനിക്ക് അണിയേണ്ടതുണ്ട്. സുഖശാന്തിയുടെ ഒരു തുള്ളിക്ക് വേണ്ടി ദാഹിക്കുന്ന വിശ്വത്തിലെ ദുഃഖിതരായ ആത്മാക്കൾ, ഹേ സുഖദേവ, ഹേ ശാന്തിദേവ, സുഖത്തിൻ്റെ ശാന്തിയുടെ ഒരു തുള്ളിയെങ്കിലും ഞങ്ങൾക്ക് തരൂ എന്ന് വിളിക്കുന്നു. പവിത്രമായ പരമാത്മാ സ്നേഹത്തിൻ്റെ ദിവ്യ അനുഭൂതിയിൽ സ്ഥിതി ചെയ്തുകൊണ്ട്
ഞാൻ സുഖശാന്തിയുടെ കിരണങ്ങൾ വിശ്വത്തിലേക്ക് വ്യാപിപ്പിക്കുകയാണ്. സുഖശാന്തിയുടെ ഈ അമൃത കിരണങ്ങൾ ആ ദുഃഖിതരായ ആത്മാക്കളിലേക്ക് എത്തിച്ചേരട്ടെ. ഈ അമൃത കിരണങ്ങൾ ആ ദുഃഖിതരായ ആത്മാക്കളെ സ്പർശിച്ച് അവരെ ദുഃഖങ്ങളിൽ നിന്നും മുക്തമാക്കട്ടെ. സുഖശാന്തിയുടെ ഈ അമൃത കിരണങ്ങൾ പ്രാപ്തമാക്കി അവർ സന്തോഷമുള്ളവരായി തീരട്ടെ.